ഈ 110 സങ്കീർത്തനം രാജാവിന്റെ സ്ഥാനാരോഹണമാണ്. ഇതും ദാവീദിന്റെ സങ്കീർത്തനം എന്നാണ് ഹെഡിങ്. ഇവിടെ 2-ാം സങ്കീർത്തനത്തോട് നമ്മൾ പഠിച്ചതാണ്, നീ എന്റെ പുത്രനാണെന്ന് നിനക്ക് ഞാൻ ജന്മം നൽകി. പുത്രത്വത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം. അതിനോട് വളരെ സാമ്യമുണ്ട് ഈ സങ്കീർത്തനത്തിന്. അഭിഷിക്ത രാജാവും പുരോഹിതനെയുമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അതിന്റെ 1-ാം വാക്യം നോക്കിയാൽ കാണാം, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ഇത് ഈശോയെ കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് നമ്മൾ പുതിയ നിയമത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അതുപോലെ അധികാരത്തിന്റെ ചെങ്കോലയക്കും, ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പരാമർശമുള്ളത് കൊണ്ട് ഇതും എന്താണ്, മെസ്സയാനിക സങ്കീർത്തനമാണ്. രാജാവിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ദാവീദിന്റെ സങ്കീർത്തനമാണ്, അതുകൊണ്ട് ഇത് രാജകീയ സങ്കീർത്തനമാണ്. അഭിഷിക്തൻ അഥവാ മെസ്സിഹ എന്ന പേരിലാണ് ഈ രാജകീയ വ്യക്തി ഇവിടെ അറിയപ്പെടുക. ഇനി ഇത് കർത്താവ് എന്റെ വലതുവശത്തുണ്ട് എന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ടു മുമ്പ് 4-ാം വാക്യം ഇങ്ങനെയാണ് പറയുക, മെൽക്കീസേദെക്കിന്റെ ക്രമം അനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകും. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ചും പറയുന്ന ഒരു വാക്യമാണിത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് 2-ാം സങ്കീർത്തനത്തോട് ബന്ധമുണ്ടെന്ന് പറയുക. മെശിഹ സങ്കല്പം ഇതിനകത്ത് വളരെ വ്യക്തമാണ്. അഭിഷിക്തനായ ഒരു ദിവ്യ പുരുഷനാണ് മെശിഹ. അപ്പം നിത്യ പുരോഹിതനാണ് മെശിഹ. അപ്പൊ ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം ഇതിനകത്ത് ഉണ്ട്. ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനാണ് ക്രിസ്തു. അപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം. ഇതിന്റെ 4-7 വാക്യങ്ങള് രാജപുരോഹിതനുള്ള ഒരു സന്ദേശമായിട്ട് പറയാം. കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ആ സന്ദേശത്തിന്റെ ഒരു ആമുഖമാണ്. കർത്താവ് ശപഥം ചെയ്തു എന്ന് നമുക്ക് ഈ സന്ദേശത്തിൽ കാണാൻ സാധിക്കുന്നു. ഇതെല്ലാം ഒരു പുരോഹിതനെ കുറിച്ച്, ഒരു പുരോഹിതൻ, രാജാവ് പുരോഹിതനുമായിരുന്നു എന്നുള്ള ഒരു സങ്കല്പമാണിത്. ഇനി നമ്മൾ പറയുമ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുക മഹിമയുടെ അടയാളമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്താണ് ഇരിക്കുന്നത്. ഇനി ഇതൊരു പക്ഷേ രാജാവിന്റെ ഒരു സ്ഥാനാരോഹണ വേളയായിരുന്നിരിക്കാം. അപ്പൊ രാജാക്കന്മാരെ സ്ഥാനാരോഹണം ചെയ്തപ്പോൾ നമുക്കറിയാം, ദേവാലയത്തിൽ വെച്ചാണ് അത് നടക്കുന്നെങ്കിൽ രാജാവിന് ഇരിപ്പിടം ക്രമീകരിക്കുന്നത് വാഗ്ദാന പേട സ്ഥാപിച്ചിരിക്കുന്നതിന്റെ വലതുഭാഗത്താണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം വലതുഭാഗത്ത് ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ വാഗ്ദാന പേടകം അതിന്റെ വലതുഭാഗത്ത് രാജാവിനെ ഇരുത്തുന്നു. അപ്പൊ അങ്ങനെയും ആയിരിക്കാം, അങ്ങനെയുള്ള ഒരു സ്ഥാന ആരോഹണ വേളയായിരുന്നിരിക്കാം ഈ സങ്കീർത്തനം എഴുതിയതിന്റെ പശ്ചാത്തലം. ഇനി ഇവിടെ നമ്മൾ കാണുന്ന ചില പ്രധാന വാക്കുകളാണ് ഇതിനകത്ത്. പാദപീഠം, സിംഹാസനം, ചെങ്കോൽ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 110-ാം സങ്കീർത്തനത്തിൽ നമ്മൾ എടുത്തു പറയുന്ന ചില വാക്കുകളാണ്. നീ എന്റെ പാദപീഠത്തിലിരിക്കുക, ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുക, 1-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. പിന്നെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ചെങ്കോൽ, അല്ലെ? പിന്നെ നമ്മൾ അതിനകത്ത് കാണുന്ന മറ്റൊരു വാക്കാണ് സിംഹാസനം. അപ്പോൾ ഈ വാക്കുകളൊക്കെ രാജകീയ അധികാരത്തിന്റെ ചിഹ്നങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇനി പാദപീഠം എന്ന് പറയുമ്പം ചവിട്ടുന്ന സ്ഥലമാണല്ലോ, അപ്പം അത് ഭരണീയരുടെ, ഇപ്പൊ ചെങ്കോൽ ദൈവിക അധികാരത്തിന്റെ, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. പിന്നെ പ്രതാപത്തിന്റെ ദിനം എന്ന് പറയുന്നത് സ്ഥാന ആരോഹണ ദിവസമായിരിക്കാം. പ്രതാപത്തിന്റെ ദിനം എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ പഠിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളില് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ചിന്ത, രാജകീയ സങ്കീർത്തനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. യഥാർത്ഥ രാജാവ് അത് മിശിഹായാണ്. ഇസ്രായേലിലെ രാജാക്കന്മാരുടെ രാജ്യം ഒന്നും എന്നേക്കും നിലനിൽക്കുന്നതായിരുന്നില്ല. അപ്പം നിലനിൽക്കുന്ന രാജ്യം അത് ക്രിസ്തുവിൻ്റെതാണ്. ജനതകളുടെ ഇടയിൽ അവിടുന്ന് തന്നെ വിധി നടപ്പിലാക്കും. ഭൂമിയിലെങ്ങുമുള്ള രാജാക്കന്മാരെ അവിടുന്ന് തകർക്കും. എന്നിട്ട് എന്താ പറയുക, 7-ാമത്തെ വാക്യം നോക്കി, അവൻ ശിരസ് ഉയർത്തി നിൽക്കും. 110-ാം സങ്കീർത്തനത്തിനകത്ത് ആകെ 7 വാക്യമേ ഉള്ളൂ. അപ്പൊ ഈ ശിരസ് ഉയർത്തി കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാട്, അത് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അത് ക്രിസ്തുവാണ്. അപ്പോൾ ഈ ക്രിസ്തു, പിന്നെ ഇവിടെ നമ്മൾ ഒരു കാര്യം കാണുന്നുണ്ട്, വഴിയരികിലുള്ള അരുവിയിൽ നിന്ന് അവൻ പാനം ചെയ്യും. അതിന് 1-ാമത്തെ സങ്കീർത്തനത്തോട് ഒരു സാധർമ്യമുണ്ട്. 1-ാമത്തെ സങ്കീർത്തനം നിങ്ങൾ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? അതിനകത്ത് ഇങ്ങനെയാണ് പറയുക, നിയമം, തോറ. അപ്പം എന്താണ്, നിർച്ചാലിനരികെ നട്ടതും ഇല കൊഴിയാത്തതും വാടാത്തതുമായ. അപ്പൊ അവന്റെ വേര് ആ അരുവിയിലേക്ക്, വൃക്ഷത്തിന്റെ വേര് വെള്ളത്തിലേക്ക് ഇരിക്കുന്ന പോലെ. അപ്പൊ നിയമത്തിലേക്ക്, കർത്താവിന്റെ സാമീപ്യത്തിലേക്ക്, സഹായത്തിലേക്ക്
വേരിറക്കി വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അല്ലെങ്കിൽ സക്രാരിയുടെ അടുക്കൽ വേരുറപ്പിക്കണം നമ്മൾ. അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. പുതിയ നിയമത്തിനെ കുറിച്ച് കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ആത്മീയമായ മാനമാണ് നമ്മൾ കൂടുതൽ കാണാൻ പോകുന്നത്. അപ്പം ആരാണ് ശിക്ഷാവിധി നടത്തുക? റോമ 8:34 പറയുന്നുണ്ട്, മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തുവാണ്. അപ്പൊ പുതിയ നിയമത്തിൽ വലിയ പ്രാധാന്യം നേടിയ ഒരു സങ്കീർത്തനമാണിത്. കാരണം ഇത് മിശിഹായുടെ പൗരോഹിത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈശോ തന്നെയാണ് മിശിഹ എന്ന് സ്ഥാപിക്കാൻ സുവിശേഷകന്മാരും ലേഖനകർത്താക്കളും 110 സങ്കീർത്തനമാണ് ഉപയോഗിക്കുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ പരാമർശം റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തില് 34-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. എഫേസുസുകാർക്കുള്ള ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-23 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. വീണ്ടും നമുക്ക് കൊളോസുകാർക്കുള്ള ലേഖനത്തിൽ കാണാം. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പല ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് പുതിയ നിയമത്തിൽ 2-ാം സങ്കീർത്തനം പോലെ തന്നെ ഏറെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മിശിഹ സങ്കീർത്തനമാണ് ഈ 110-ാം സങ്കീർത്തനം. ഇവിടെ മിശിഹായുടെ പൗരോഹിത്യമാണ് കൂടുതലായിട്ട് പരാമർശിക്കപ്പെടുന്നത്. അപ്പം ഈ മിശിഹായിലേക്ക് നമ്മളും കണ്ണുറപ്പിക്കണം, നമ്മുടെ വേരുറപ്പിക്കണം. അരുവിയിലേക്ക് വൃക്ഷം വേരിറക്കുന്നത് പോലെ വഴിയരിലുള്ള അരുവിയിൽ നിന്ന്, അപ്പം ഈശോയുടെ തിരുഹൃദയമാകുന്ന അരുവിയിൽ നിന്ന്, നീർച്ചാലിൽ നിന്ന് നമ്മൾ പാനം ചെയ്തു വളരണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇങ്ങനെ ഇത് നമ്മളെ പോഷിപ്പിക്കട്ടെ. ഇനി നമ്മൾ വീണ്ടും 132-ാം സങ്കീർത്തനത്തിലേക്ക് പോവുകയാണ്. മിശിഹായെ കുറിച്ചുള്ള 2 പരാമർശങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാവീദിന് ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമാണ് 132-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, അതിന്റെ ഹെഡിങ് അങ്ങനെയാണ്: ആരോഹണ ഗീതം, ദാവീദിന് നൽകിയ വാഗ്ദാനം. എല്ലാവരും എടുത്തെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അവൻ ശപഥം ചെയ്തു, കർത്താവേ ദാവീദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ. അതായത് വാഗ്ദാന പേടകത്തെ കുറിച്ചുള്ള ദാവീദിന്റെ ഒരു തീഷ്ണതയാണ്. അത് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ദാവീദ് എടുത്ത കഷ്ടപ്പാടുകളാണ്. അപ്പൊ ദാവീദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഒക്കെ ഓർക്കണമേ. എന്നിട്ട് പറയുകയാണ്, ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം ആരാധനാനുഷ്ഠാനമാണ്. കർത്താവിന്റെ വിശുദ്ധ സ്ഥലവും വാഗ്ദാന പേടകവും പ്രദർശനവും അഭിഷിക്തനായ രാജാവിന്റെയും പുരോഹിതന്മാരുടെയും വിശുദ്ധരുടെയും സാന്നിധ്യവും ഈ സന്ദർഭത്തിന് വെളിവാകുന്നു. രാജഭരണം നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് ഇതിന്റെ രചന നടന്നത്. 2 ഭാഗങ്ങളായി നമുക്ക് ഈ സങ്കീർത്തനത്തെ തിരിക്കാം. 1 മുതൽ 10 വരെയുള്ള വാക്യം കർത്താവിന്റെ വാസസ്ഥലത്തെയാണ് സൂചിപ്പിക്കുക. തുടർന്ന് 11 മുതൽ 18 വരെയുള്ളത് ദാവീദിന്റെ സിംഹാസനത്തെ പറ്റിയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ആദ്യ ഭാഗത്ത് കർത്താവിന്റെ വാസസ്ഥലം, അത് 3-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. അതെങ്ങനെ പറയാം? കർത്താവിനൊരു സ്ഥലം. അന്ന് വാഗ്ദാന പേടകത്തിലായിരുന്നു, പിന്നീട് ജെറുസലേം ദേവാലയമായി. ഇന്ന് നമ്മുടെ ഹൃദയമാണ് ദേവാലയം. അപ്പം കർത്താവിനൊരു വാസസ്ഥലം നിങ്ങളുടെ ഹൃദയത്തില്, എൻ്റെ ഹൃദയത്തില് ഉണ്ടാവണം. അപ്പൊ കർത്താവിനെ പത്രോസ്ലീഹ പറയുന്നില്ലേ, ദൈവമായ കർത്താവിനെ, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. അപ്പം ഹൃദയമാണ് ദേവാലയം. ഇപ്പൊ കർത്താവിനെ വസിക്കാൻ ഒരു സ്ഥലം, 3-ാം വാക്യമാണ് പ്രധാനം. നമ്മൾ ഓർത്തു വയ്ക്കുക, മറക്കരുത്. ചെറിയ 2 വാക്കേ ഉള്ളൂ. കർത്താവിനൊരു സ്ഥലം, 132. ഇപ്പൊ എൻ്റെ ഹൃദയം കർത്താവിനൊരു സ്ഥലമായിരിക്കണം. ശാന്തമായി ഉറങ്ങാൻ അവിടുന്ന് തോണിയുടെ അമരത്ത് തലചായ്ച്ചെങ്കിൽ എൻ്റെ ഹൃദയമാകുന്ന തോണിയില് അവിടുത്തേക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ ഞാൻ ഇടം കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു വാസസ്ഥലം അല്ലെ, അവിടുന്ന് വസിക്കാൻ ഇടമില്ല. ആകാശപ്പറവകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട് അല്ലെ, എന്നാല് മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. അപ്പം അവന് ഇടം തരുമോ? സത്രത്തിൽ അവൻ ഇടം അന്വേഷിച്ചു, എനിക്ക് ഇടം തരുമോ? കർത്താവിന് വസിക്കാൻ എൻ്റെ ഹൃദയം ഞാൻ ഇടം കൊടുക്കണം. അപ്പൊ അത് ശ്രദ്ധിക്കുക. യാക്കോബിന്റെ ശക്തനായവരൊരു വാസസ്ഥലം, അത് ദേവാലയമായിട്ടാണ് ദാവീദ് ആഗ്രഹിച്ച് പണിയുകയാണ്. അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു കർത്താവിനൊരു ആലയം പണിയണം. അപ്പം അത് സാധിക്കുന്നത് വരെ ഞാൻ എൻ്റെ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കയിൽ ശയിക്കുകയില്ല. ആ തീഷ്ണതയാണ്, അത്യധികമായ ഒരു ദാഹമാണ്, ഒരു വേദനയാണെന്ന് പറയാം. അപ്പൊ അതുവരെ ഞാൻ നൊമ്പരപ്പെടുകയാണ്, അത് സാധിക്കുന്നത് വരെ. അപ്പൊ എൻ്റെ ഹൃദയത്തിൽ ഈശോയെ ഒന്നാമത് നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ എത്രമാത്രം തീഷ്ണതയോടെ വർത്തിക്കണം എന്നാണ് ഇത് സൂചിപ്പിക്കുക. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ, ഒത്തിരി ധ്യാനിക്കണം. കർത്താവിനൊരു വാസസ്ഥലം, എൻ്റെ ഹൃദയം, എൻ്റെ ഹൃദയം, അങ്ങനെ നമ്മൾ ചേർത്ത് വയ്ക്കുക. യാക്കോബിന്റെ ശക്തനായ ഒരു വാസസ്ഥലം, അതെന്റെ ഹൃദയം, എൻ്റെ ഹൃദയം.
അതിനുവേണ്ടി എന്താണ്, അത് സാധിച്ചു പൂർണ്ണമായിട്ട് എന്റെ ഹൃദയം മുഴുവനായിട്ട് ഈശോയ്ക്ക് കൊടുക്കുന്നത് വരെ എന്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല. എന്നിട്ട് നമുക്കറിയാം, ഇവിടെ വാഗ്ദാന പേടകമാണ് പരാമർശ വിഷയം. ഈ 6-ന്റെ വയലിൽ ഞങ്ങളത് കണ്ടെത്തി, എഫ്രാത്തായിൽ വെച്ച് അതിനെക്കുറിച്ച് കേട്ടു. എന്നിട്ട് പിന്നെ അത് കണ്ടെത്തി കൊണ്ടുവന്ന് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ വാസസ്ഥലത്തേക്ക് പോകാം, അവിടുത്തെ പാദപീഠത്തിൽ ആരാധിക്കാം. ഇപ്പൊ നമ്മള് കർത്താവിന്റെ സക്രാരിക്ക് മുമ്പിൽ ഇന്ന് ആരാധനയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ ദാവീദൊക്കെ എത്രമാത്രം തീഷ്ണതയോടെയാണ് അത് ചെയ്തത് എന്ന് ഓർത്ത് നമുക്കും ചെയ്യാൻ പറ്റണം. അപ്പൊ കർത്താവ് എഴുന്നേറ്റ് അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം ഞങ്ങളുടെ വിശ്രമസ്ഥലത്തേക്ക് വരയണമേ. വിശ്രമസ്ഥലം എന്റെ ഹൃദയമാണ്. അപ്പൊ കർത്താവിനോടുള്ള ഒരു സുഹൃദേവ പ്രാർത്ഥനയാണ്. നമുക്ക് എപ്പോഴെങ്കിലും ദൈവാനുഭവം ഇല്ലാത്തപ്പോ ഈ സുഹൃദേവൊക്കെ ഈ വാക്യമൊക്കെ കാണാതെ പഠിച്ചു ഉരുവിടുക. സ്ലിഹന്മാര് പറഞ്ഞില്ലേ, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇത് ദാവീദിന്റെ ഈ പ്രാർത്ഥന നമ്മുടേതാക്കി എടുക്കുക. കർത്താവെ എഴുന്നേറ്റ് അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് വരണമേ. സക്കറാരിയിൽ നിന്ന് എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഒരു ഏറ്റവും നല്ല ഒരു സ്വാഗത പ്രാർത്ഥനയാണ്. ഇനി അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും അങ്ങയുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുകയും ചെയ്യട്ടെ. അപ്പം എന്റെ ഹൃദയത്തിൽ അന്നേരം കുർബാനയൊക്കെ സ്വീകരിക്കുമ്പോൾ ഈശോ കടന്നു വരുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ആനന്ദമാണിത്. ആരാധനയിൽ എനിക്കുണ്ടാകേണ്ട ആനന്ദമാണ്. അങ്ങയുടെ ദാസനായ ദാവീദിനെ പ്രതി അങ്ങയുടെ അഭിഷേകത്തിനെ, ഇങ്ങോട്ടുള്ള വാക്യങ്ങൾ ദാവീദിനെ കുറിച്ചാണ് പറയുക. അങ്ങയുടെ അഭിഷേകത്തിനെ തിരസ്കരിക്കരുത്. ദാവീദിനോട് കർത്താവ് ഒരു ശപഥം ചെയ്തു, അവിടുന്ന് പിന്മാറുകയില്ല. നിന്റെ മക്കളിൽ ഒരുവനെ ഞാൻ സിംഹാസനത്തിൽ ഉയർത്തും. അപ്പൊ ഇതൊക്കെ ദാവീദിനോട് പറയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് 14-ാം വാക്യത്തിലേക്ക് വരിക. അവിടുന്ന് സിയോനെ തിരഞ്ഞെടുത്തു, അതിനെ തന്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. ഇതാണ് എന്നേക്കും എന്റെ വിശ്രമസ്ഥലം, ഞാൻ ഇവിടെ വസിക്കും, എന്തെന്നാൽ ഞാനത് ആഗ്രഹിച്ചു. ഇവിടെ മാതാവിനെ കുറിച്ചുള്ള ഒരു പരാമർശമായിട്ട് പറയാറുണ്ട്. ദൈവം വസിക്കാൻ ഇടം തിരഞ്ഞെടുത്തു. അമ്മയുടെ ഉദരമാണ് അല്ലെ, പരിശുദ്ധ അമ്മയുടെ ഉദരം. അപ്പൊ ഇതാണ് എന്നേക്കും എന്റെ വിശ്രമസ്ഥലം. ഇത് മാതാവിനെ കുറിച്ചുള്ള ഒരു സങ്കീർത്തനമായിട്ട് പറയാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ വസിക്കും, എന്തെന്നാൽ ഞാനത് ആഗ്രഹിച്ചു. അവൾക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി ഞാൻ നൽകും. അപ്പൊ ഇതിവിടെ പറയുമ്പോഴേ മാതാവിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മൾ മാറ്റി നിർത്തരുത്. ഇത് എന്നെ കുറിച്ചാണ് ഞാൻ ഓർക്കണം. ഈശോ പറയുകയാണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് പറയുകയാണ്, ആൻജോസിന് വേണ്ടതെല്ലാം ഞാൻ സമൃദ്ധമായി നൽകും. ഇതങ്ങ് വിശ്വസിക്കാൻ കഴിഞ്ഞാലോ നമുക്ക് എന്തിനെ കുറിച്ചാലും പരാതിയുണ്ടോ? ഒന്നും വരില്ല. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ദൈവം സമൃദ്ധമായി നൽകും. അപ്പൊ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി, അവളുടെ പുരോഹിതന്മാരെ രക്ഷയണിയിക്കും, ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും. കൊമ്പ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് മിശിഹായാണ് കൊമ്പ്. അപ്പൊ അഭിഷേകത്തിന് വേണ്ടി ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. അവന്റെ ശത്രുക്കളെ ഞാൻ ലജ്ജ ഉടുപ്പിക്കും, എന്നാൽ അവന്റെ കിരീടം അവന്റെ മേൽ ദീപ്തി ചൊരിയും. അപ്പൊ ദൈവത്തിനൊരു വാസസ്ഥലത്തെ കുറിച്ച് ആദ്യ ഭാഗത്ത് പറയുന്നു, നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയമായിട്ട് നമ്മൾ ഒരുക്കിയെടുക്കണം. 2-ാം ഭാഗത്ത് പറയുന്നത് ദാവീദിനെ കുറിച്ചിട്ടാണ്. പിന്നെ പറയുന്നത് മാതാവിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ്, വിശ്രമസ്ഥലം. ഏതാണെങ്കിലും നമുക്ക് നമ്മളുടെ ഹൃദയമാക്കി വിശുദ്ധമായിട്ട് സൂക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത്ര ത്യാഗമെടുക്കാം, ജാഗരണമെടുക്കാം. വീട്, കൂടാരം, പ്രവേശിക്കുക, കയറുക, ഈ 4 പദങ്ങളൊക്കെ യഥാക്രമം ദൈവം, സമാഗമ, കൂടാരം, ദേവാലയ പ്രവേശം, സമർപ്പണം, ഇതിനൊക്കെയാണ് സൂചിപ്പിക്കുക. ഇപ്പം വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രദർശന സമയമായിരിക്കാം ഇത്, ഈ സങ്കീർത്തനം എഴുതുന്നതിന്റെ പശ്ചാത്തലം എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. എങ്ങനെയാണെങ്കിലും ഇതിൽ പ്രകടമാകുന്നത് വാഗ്ദാന പേടകത്തെ കുറിച്ചുള്ള അവരുടെ ഒരു തീഷ്ണതയാണ്. വിചിന്തനമായിട്ട് തന്നിരിക്കുന്ന പോയിന്റ്സ് ഇതാണ്. രക്ഷയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് ഭൂതകാലത്തിൽ തുടങ്ങി ഭാവി കാലത്തിലെ പ്രതീക്ഷയിലേക്ക് വർത്തമാന കാലത്തിലൂടെ നീങ്ങുന്നതാണ്. രക്ഷ എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്കപ്പുറത്തെ ക്രിസ്തുവിൽ സംഭവിച്ചു, ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു, ഭാവിയിലേക്കും അത് എത്തിപ്പിടിക്കുന്നതാണ്, അല്ലെ, ഭാവിയിലും അത് സാധ്യമാകുന്നതാണ്. അപ്പൊ ഈ രക്ഷ ഭൂതകാലത്തിൽ തുടങ്ങി, കഴിഞ്ഞ കാലത്തിൽ തുടങ്ങി ഭാവി കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. വർത്തമാന കാലത്തിലൂടെ അത് നീങ്ങുന്നതാണ്. ഭൂതഭാവി കാലങ്ങളെ വർത്തമാന കാലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതാണല്ലോ ആരാധന അനുഷ്ഠാനങ്ങൾ. ഇപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു കാൽവരിയിൽ അർപ്പിച്ച ബലി ഇന്ന് ഈ സമയത്ത് നമുക്ക് വേണ്ടി അൾത്താരയിൽ അർപ്പിക്കുകയാണ്. അന്ന് അത് രക്തം ചിന്തിയുള്ള ബലിയായിരുന്നു, ഇന്ന് രക്തരഹിതമായ ബലിയാണ്. അപ്പോൾ ഈശോയുടെ മനുഷ്യ അവതാരം മുതൽ ഈശോയുടെ ഉയർപ്പ് വരെയുള്ള, 2-ാം ആഗമനം വരെയുള്ള കാര്യങ്ങള്
നമുക്ക് വേണ്ടി 1 മണിക്കൂറിലേക്ക് സന്നിഹിതമാക്കി തരുന്ന ഭാവി വർത്തമാന കാലങ്ങളുടെ രക്ഷാകര പ്രവൃത്തിയാണ് നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങൾ. ആ ഒരു മാനത്തിൽ നമ്മൾ അതിനെ കാണണം. ഇത് കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചതിന്റെ വെറും ഓർമ്മയല്ല, അത് യാഥാർത്ഥ്യമാക്കുന്നതാണ്. കാരണം അത് ദൈവത്തിന്റെ പ്രവൃത്തികളുടെ സ്വഭാവമാണ്. ദൈവം അങ്ങനെയാണ്. ത്രികാല സംയോജനം ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് സമയപരിധിയില്ല. ഇന്നലെയും ഇന്നും എന്നും ഒരു